ഹായ് ഓൾ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തേത് ഒരു അടിപൊളിയായിട്ടുള്ള ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ്. ബ്രെഡ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു റിച്ച് ആയിട്ടുള്ള ഡെസേർട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ബ്രെഡും കട്ട് ചെയ്തെടുത്തിട്ട് വരാം. ബ്രെഡ് മുഴുവനും ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി മാറ്റി വയ്ക്കാം. ഇനി ഡെസേർട്ടിന് വേണ്ടിയിട്ടുള്ളൊരു റബഡി തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 ലിറ്റർ പാൽ ഇതിന് കറക്റ്റാണ്, അത്രയും വേണം. ഇനി ഇതൊന്ന് തിളച്ച് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇത് തിളച്ച് വരുന്ന സമയം കൊണ്ട് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡേക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നല്ലോണം ചൂടായതിന് ശേഷം മാത്രം ബ്രെഡ് ഇട്ട് കൊടുക്കാവൂ. അല്ലെങ്കിൽ ബ്രെഡ് ഫ്രൈ ചെയ്യുമ്പോൾ ഒരുപാട് ഓയിൽ കുടിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നല്ലോണം ചൂടായതിന് ശേഷം പെട്ടെന്ന് ബ്രെഡ് ഇട്ട് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് മറിച്ച് പെട്ടെന്ന് ഓയിലിൽ നിന്ന് കോരി മാറ്റേണ്ടതാണ്. അപ്പോൾ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും, കരിഞ്ഞു പോകത്തുമില്ല, ഒരുപാട് ഓയിലും കുടിക്കത്തുമില്ല. ഒരു വശം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി മറുവശം തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 വശവും ബ്രെഡ് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഓയിലിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഫസ്റ്റ് ബാച്ച് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിനി ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള ബ്രെഡും ഇതുപോലെ ഫ്രൈ ആക്കി എടുത്തിട്ട് വരാം. അങ്ങനെ കംപ്ലീറ്റ് ബ്രെഡും ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ളൊരു ഷുഗർ സിറപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാനിവിടെ 3/4 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതൊന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമ്മുടെ പാൽ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. പാലിത് കുറുകാനുള്ള പാലാണ്, നല്ലോണം കുറുക്കിയെടുക്കണം. അപ്പോൾ അത് കുറുകി വരുംതോറും ഇതിൻ്റെ സൈഡിലുള്ള പാടകൾ ഇതുപോലെ ഇളക്കി വിട്ട് സെൻറ്ററിലോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് കൊടുക്കണം. നല്ല ലോ ഫ്ലെയിമിലിട്ട് വേണം ഈ പാൽ ഇതുപോലെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കാനായിട്ട്. ഞാനിവിടെ ഇത് സ്റ്റീൽ പാത്രം കൊണ്ടാണ് നല്ല ലോ ഫ്ലെയിമിലിട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ നോൺ സ്റ്റിക്ക് പാൻ ആണെങ്കിൽ കുഴപ്പമില്ല, നല്ല ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്ത് പെട്ടെന്ന് തിക്കാക്കി എടുക്കാവുന്നതാണ്. ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതിനി ഫ്ലെയിം ഓഫ് ചെയ്തൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. സിറപ്പ് തയ്യാറാക്കുമ്പോൾ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി തിളച്ച് തുടങ്ങിയാൽ മാത്രം മതി. അപ്പോൾ പാലൊന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 3-4 പ്രാവശ്യം ഞാൻ ഇതുപോലെ സൈഡിൽ നിന്ന് പാടകളൊക്കെ ഇളക്കി ഇതുപോലെ വിട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഷുഗർ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് ഷുഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ലിറ്റർ പാലിന് 1/2 കപ്പ് ഷുഗർ കറക്റ്റാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ആൽമണ്ട് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സ് കൂടി ചേർത്ത് കൊടുക്കാം. ഈ നട്ട്സൊക്കെ ചേർക്കുന്നത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. നിങ്ങൾക്ക് താല്പര്യമുള്ള വേറെ നട്ട്സ് വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. ഇത് നിർബന്ധമൊന്നുമില്ല. പിന്നെ കഴിക്കാൻ കുറച്ച് ക്രഞ്ചി ആയിട്ടിരിക്കും. അപ്പോൾ അതിനാണ് ഇത് ചേർക്കുന്നത്. ഇത് ചേർത്തില്ലെങ്കിലും ഈ റബഡിക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നല്ലോണം തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. ഇപ്പോൾ ഇത്രയും മതി. ഇപ്പോൾ ഇത്രയാകുമ്പോഴേ തന്നെ ഗ്യാസ് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലോണം കുറുകി നല്ല കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവറാണ് ഇതിന്. ഇത് വെറുതെ ഇങ്ങനെ കഴിക്കാൻ ഇത് നല്ല ടേസ്റ്റാണ്. ആവശ്യത്തിന് തിക്കായിട്ടുണ്ട്. ഇത്രയും മതി. ഡെസേർട്ടിന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് ഐറ്റവും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് സെറ്റ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്കിത് സെർവ് ചെയ്യാനുള്ളൊരു പ്ലേറ്റ് എടുക്കാം. അതിലേക്ക് പഞ്ചസാര സിറപ്പിലോട്ട് ഡിപ്പ് ചെയ്തതിന് ശേഷം വേണം ഫ്രൈ ചെയ്ത ബ്രെഡ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പം പഞ്ചസാര സിറപ്പിലോട്ട് ഇട്ട് കുറേ നേരമൊന്നും വച്ചേക്കേണ്ട, ഇട്ട ഉടനെ തന്നെ എടുക്കാവുന്നതാണ്. ഒരുപാട് ടൈമൊന്നും ഇട്ട് വയ്ക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇട്ടൊന്ന് ജസ്റ്റ് ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ഇതിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ കുറച്ച് ബ്രെഡ് ഇതിലേക്ക് മാറ്റി കൊടുക്കാം.
ഇനി ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന റബഡി കൂടി ചേർത്ത് കൊടുക്കാം. അത് കുറച്ച് ചേർത്താൽ മതി, ഒരുപാട് അങ്ങ് ചേർത്ത് കൊടുക്കേണ്ട, ആവശ്യാനുസരണം ചേർത്ത് കൊടുത്താൽ മതി. നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഡെസേർട്ടാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു അടിപൊളി ഒരു ഐറ്റമാണ്. അപ്പോൾ എന്തായാലും പറ്റുന്നവരൊക്കെ ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. ഇത് ഇതുപോലെ ചൂടോടി കൂടി കഴിക്കാം, ചെറു ചൂടോടി കൂടി കഴിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം വേണമെങ്കിലും കഴിക്കും. അപ്പോൾ എങ്ങനെ കഴിച്ചാലും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കണം, അത്രയ്ക്ക് ടേസ്റ്റായിട്ടാണ് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് ഇതുപോലൊരു നല്ലൊരു നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.